ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃബന്ധത്തിലുള്ള കാര്യമാട്ടോ. അപ്പം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ ഒരു കുഴപ്പമൊന്നും കാണില്ല. ഭയങ്കര സ്നേഹത്തോടു കൂടി ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കും. ഒരു കുഞ്ഞൊക്കെ പറഞ്ഞ് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഭാര്യയുടെ ശ്രദ്ധ മുഴുവൻ കുഞ്ഞിലേക്കാകും. ഭർത്താവ് ഭർത്താവ് കുഞ്ഞിലോട്ട് നോട്ടം ഉണ്ടെങ്കിലും ഭാര്യേനെ ഇഷ്ടമാണെങ്കിലും പല കാര്യങ്ങളിലും ഭാര്യ ഭർത്താവിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുന്നത് കാരണം കുഞ്ഞിനോടുള്ള ഇഷ്ടം കാരണം അങ്ങോട്ട് ശ്രമിക്കുകയും അത് കുടുംബജീവിതത്തിൽ പതുക്കെ പതുക്കെ കുഞ്ഞ് പ്രായമാകുന്നതനുസരിച്ച് ആ ഒരു വിള്ളൽ അകന്നകന്ന് വരികയും ചെയ്യും. ആ പഴയ സ്നേഹമൊന്നും കാണിക്കില്ല. അതെല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിലും ഒക്കെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ആരും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ പേരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ ഭർത്താവ് പതുക്കെ പറയാൻ തുടങ്ങും, നീ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിൻ്റെ ജീവിതത്തിലെ ഒരു ബാധ്യതയാണ്, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ ജീവിതത്തിലെ ഒരു ബാധ്യതയാണെന്നൊരു തോന്നൽ എനിക്കുണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ തുടങ്ങും. ഇപ്പോൾ പഴയ പോലെ സ്നേഹമില്ല എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു. പിന്നെ പറഞ്ഞു തുടങ്ങുന്നു, നീ എനിക്ക് ഒരു ശല്യമാണ് എന്നുള്ള രീതിയിലേക്കുള്ള സംസാരങ്ങൾ മാറുന്നു. നീ എൻ്റെ ജീവിതത്തിൽ ശല്യമാണെന്നുള്ളത്. അത് കഴിയുമ്പോൾ പറയും, എനിക്ക് എത്രയോ വലിയ കല്യാണാലോചനകൾ വന്നതാണ്, എന്നിട്ട് അതൊന്നും നടത്താതെയാണ് ഞാനിത് നടത്തിയെന്ന് പറയുന്നു. ഇതൊക്കെ വെറും പുളുവായിരിക്കും കേട്ടോ, എങ്കിലും തട്ടിവിടും. അങ്ങനെ വലിയയിടത്ത് പറയുമ്പോൾ കൊമ്പത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുള്ളൂ. വലിയ ആൾക്കാരുടെ കല്യാണാലോചന വന്നാന്നൊക്കെ പറയും. അത് കഴിയുമ്പോൾ ഭർത്താവ് പതുക്കെ പറയും, നിനക്ക് എന്തിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത്? നിനക്ക് എന്താ ഇവിടെ പണിയിരിക്കുന്നത്? നിനക്കൊരു പണിയില്ലല്ലോ. ഭാര്യ വീട്ടിലെ മുഴുവൻ പണിയും ചെയ്യണം, കൊച്ചിനെ നോക്കണം. അപ്പം പതുക്കെ ഇവരുടെ ഇടയിൽ ഒരു അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യത കൂടി വരും. അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ നോവിക്കുന്നുണ്ടോ എന്ന്. പ്രത്യേകിച്ച് ഭാര്യമാർക്കത് വേറെ ഒരു ബന്ധത്തിലാണോ ഇനി ഭർത്താവ്, ഇനി എന്നെ ഇഷ്ടമല്ലേ എന്നിങ്ങനെ തോന്നി വരും. ചിലപ്പോൾ ഭർത്താവും അടുത്ത് വന്നതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത്. ഭാര്യമാരും പകലിരുന്ന് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയും ഒക്കെ മടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് പറ്റും? അവരെന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങി. ഒന്നാമത് സ്ത്രീകൾക്ക് നാക്കിന് ഇച്ചിരി എല്ല് കുറവാണ്ട സാധനങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിപ്പിക്കും. അപ്പം അത് ഭർത്താവിനെ ചൊടിപ്പിക്കുകയും ചെയ്യും. പിന്നെ പറയുന്ന ഒരു വാചകമാണ്, നിൻ്റെ അച്ഛനും അമ്മയും കൂടെ നിന്നെ വളർത്ത ദോഷമാണ്, അവരെ ആ തള്ളയും തന്തയല്ലേ നിന്നെ വളർത്തിയത്, അല്ലെങ്കിൽ മറ്റതാ മറിച്ചതാ, ഇങ്ങനെയുള്ള വാചകങ്ങൾ പറയും. അതല്ലെങ്കിൽ എന്തോ ഒരു സാധനം മേടിച്ചുകൊണ്ടാണ് ഇതൊക്കെ എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കും. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കി വെക്കണതും അവിടെ എന്ത് കാര്യം ചെയ്യുന്നതും ഈ സ്ത്രീ ആയിരിക്കും, ഈ പെൺകുട്ടിയായിരിക്കും. അവളത് എടുത്തുപയോഗിച്ച് കാണും. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നും, ഇല്ലേ? അതേപോലെ മറ്റുള്ളവരെ സാമ്യപ്പെടുത്തി അവൻ്റെ ഭാര്യ അല്ലെങ്കിൽ അവക്കടെ ഭാര്യ ഭർത്താവ് എന്നിങ്ങനെയൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകളും കൂടെ ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ ഏതൊരു സ്ത്രീയാണേലും പുരുഷനാണെങ്കിലും പതുക്കെ ഒരു വെറുപ്പ് അവരുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യും? പതുക്കെ ഇവരിൽ നിന്ന് അകലാൻ തുടങ്ങും. പരമാവധി സമയം പുറത്തോടെ നടക്കാനും എപ്പോഴെങ്കിലും വന്ന് കയറാനും വീട്ടിൽ എപ്പോഴെങ്കിലും ഒന്ന് വരുന്ന സമയമാകും. അതുപോലെ തന്നെ മക്കളെ നോട്ടമൊക്കെ ഒന്ന് കുറയും. അപ്പോഴത്തേനും ഭാര്യയ്ക്ക് വിഷമം കൂടും. ഇതിങ്ങനെ അകന്നകന്ന് കൂടുതൽ ദിവസങ്ങളിലേക്ക് ഇത് പറച്ചിലും ഈ ഭാര്യമാരിങ്ങനെ കിരികിരിൂന്നിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താക്കന്മാരും കിരികിരൂന്ന് പറയാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് പല വീടുകളിലും പ്രശ്നങ്ങളുണ്ടാകുന്നത്. എന്നാൽ ആദ്യമേ തന്നെ ഒന്ന് ചിന്തിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ പറ്റൂലേ? എൻ്റെ കൂടെ എല്ലാത്തിനും ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. കുഞ്ഞുണ്ടായില്ലേ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഹെൽപ്പ് ചെയ്യാം എന്ന് ഒരിക്കലും ഒരു സ്ത്രീയെ ഞാൻ പറഞ്ഞു കേട്ടില്ല. അപൂർവം പെൺകുട്ടികൾ മാത്രമല്ല പറഞ്ഞെങ്കിലും ഉണ്ട്. കാരണം എല്ലാ പണിയും കൂടെ ചെയ്തു വരുമ്പോൾ വീട്ടിൽ വേറെ ആൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലാത്ത സ്ത്രീകൾ വേറെ വീട്ടിലെ ആൾക്കാരെയും വെച്ചിട്ടുണ്ട്, കൊച്ചിനെ നോക്കാനോ ആളുണ്ടെങ്കിൽ ഈ സ്ത്രീകൾ കാണിക്കുന്നത് തെറ്റാണ്. കാരണം ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല. വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നത്തിലേക്ക് പോവുകയുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യാൻ പരിശീലിക്കുക. അത് ഏത് സ്ത്രീയാണേലും പെൺകുട്ടിയാണേലും അത് ചെയ്യുക. നമ്മുടെ അതേപോലെ ഭർത്താവിനെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക. ഭാര്യയാണേലും ഭർത്താവാണേലും ഒളിച്ചുകളി ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. കല്യാണത്തിന് മുമ്പ് എന്ത് ഒളിച്ചു വെച്ചാലും കല്യാണം കഴിഞ്ഞ ശേഷം ഒരു കാര്യങ്ങളും മറച്ചു വയ്ക്കരുത്. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം. അവിടെ ഒരു വിശ്വാസം കൂടി വരികയുള്ളൂ. അതേപോലെ ഒരു കെയറിങ്, കേൾക്കാനുള്ള മനസ്സ്, എന്ത് കാര്യവും തുറന്ന് സംസാരിക്കുക. ഒരു നിസ്സാരം ഒരു ഓഫീസിൽ പോയപ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന വഴിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊക്കെ ഒന്ന് പറയാനും തമാശ രൂപേണ ഇരിക്കാനും എപ്പോഴും നീ ഇരിക്കുക എന്ന് പറയാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും ഒരു ഉമ്മ വയ്ക്കാനും ഒന്നും മറക്കരുത്. അതാണ് കുടുംബജീവിതത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്. മിക്ക സ്ത്രീകളും എനിക്കറിയാവുന്ന ഒത്തിരി എൻ്റെ സുഹൃത്തുക്കളുണ്ട് കേട്ടോ. ഇന്ന് വരെ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടില്ല, ഒരു ഉമ്മ തന്നിട്ടില്ല, ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുന്ന എത്രയോ സ്ത്രീകളുണ്ടെന്നറിയാമോ?
അതൊക്കെ ഭർത്താക്കന്മാരുടെ വീഴ്ചകൾ തന്നെയാണ്. ഒരു സ്ത്രീ നമ്മുടെ കൂടെ കൂടി അവർ വേറൊരു സാഹചര്യത്തിൽ വളർന്നതാണ്. അവരെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാനും അവരെ ഒന്ന് ചേർത്ത് നിർത്താനും അവർക്കൊരു ഉമ്മ കൊടുക്കാനും നമ്മളല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ട കാര്യമല്ലേ. അവർക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് എല്ലാം പൈസയിൽ അത് പോയാൽ പൈസയാണ്, അങ്ങനെ പോയാൽ ഫുഡ് ഉണ്ടാക്കലും ഈ വീട്ടിലെ പണി ചെയ്യലും മാത്രമല്ല ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് അല്ലേ. ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അവർക്ക് തുല്യമായ ഒരു അവകാശം കൊടുക്കാനും ഒരു കൊച്ചിനെ വളർത്തി വലുതാക്കുമ്പോൾ അതിനെ ആ അമ്മയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഏതാണെങ്കിലും ശ്രമിക്കണം, സ്ത്രീകളും ശ്രമിക്കണം. ഭർത്താക്കന്മാർ കൊച്ചുണ്ടായി കഴിയുമ്പോൾ കൊച്ചാണെല്ലാം എൻ്റെ കുഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരും ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സ്ത്രീകളും ഇരിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ തുടങ്ങുന്ന സ്ത്രീകളാണ് ഈ കുടുംബ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതിലേക്ക് പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് കൂടുന്നു, അങ്ങനെയൊക്കെ വലിയ വലിയ വിഷയങ്ങളായി അവസാനം തമ്മിൽ തല്ലിച്ച് രണ്ടാക്കി കഴിയുമ്പോഴത്തേനും ചിലവിന് കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ വീടുകളുണ്ടെന്നറിയാമോ. പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകും, അത് കഴിയുമ്പോൾ അവസാനം എനിക്ക് ചിലവിന് കൊടുക്കാൻ പറ്റില്ല, വേണമെങ്കിൽ അവൻ വന്ന് കൊണ്ടോട്ടെ, അങ്ങനെ എങ്ങനെയാണെന്ന് പറയണത്. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മൾ ഒരു പന്താണെങ്കിൽ അത് അവരുടെ ഇതിലേക്ക് ഗോൾ പോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിൽ തന്നെയായിരിക്കണം. നമ്മൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെങ്കിൽ ഇതാണ് വിവാഹ ജീവിതം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതിനകത്ത് നന്മയുണ്ടായിരിക്കും, തിന്മയുണ്ടായിരിക്കാം, പ്രതിസന്ധികൾ വരും, ദുഃഖങ്ങൾ വരും, ഇതെല്ലാം കുടുംബജീവിതത്തിലുള്ളതാണ്. കടബാധ്യതകൾ വരും, സാമ്പത്തികമായ പ്രതിസന്ധി വരും, എല്ലാ സൈസ് പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിൽ കൂടെ വരും. അപ്പോഴും ഒന്ന് ചേർന്ന് നിന്ന് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അല്ലാണ്ട് കുറച്ച് പേര് അത് ചെയ്യുകയും കുറച്ച് പേര് ഒളിച്ചു വയ്ക്കുകയും കുറച്ച് പേര് കള്ളങ്ങൾ പറയുകയും കാണിക്കുകയും ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് കുടുംബജീവിതത്തിൽ ഏറ്റവും നല്ലത്. ശരിയാണ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. കുടുംബജീവിതം നന്നാവണമെങ്കിൽ തുറന്ന ഒരു പുസ്തകമായിട്ടിരിക്കാൻ ശ്രമിക്കുക. അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, മക്കളുടെ ഇടയിൽ നമ്മൾ സത്യസന്ധരാകുകയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതം സത്യസന്ധമായിട്ട് മുന്നേറും.